കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന നെയ്യാട്ടത്തിനായി കടത്തനാട്ടെ നെയ്യമൃത് വ്രതക്കാർ അവരവരുടെ മഠത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. 21-ന് നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ജൂൺ 17-ന് ഉത്സവം സമാപിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന നെയ്യാട്ടത്തിനായി കടത്തനാട്ടെ നെയ്യമൃത് വ്രതക്കാർ അവരവരുടെ മഠത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. കാൽനടയായി 6 ദിവസം യാത്ര ചെയ്താണ് ഇവർ കൊട്ടിയൂരിലേക്ക് എത്തുന്നത്. ഏറാമല എടവന മഠത്തിൽ നിന്നും രാമകൃഷ്ണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ 11 അംഗവും വില്യാപ്പള്ളി തിരുവന നെയ്യമൃത് മഠം മൂപ്പൻ കൊയിലോത്ത് മോഹനന്റെ നേതൃത്വത്തിലുമുള്ള 16 അംഗ സംഘം യാത്ര പുറപ്പെട്ടു. ഇന്ന് കൊട്ടിയൂർ നീരെഴുന്നള്ളത്ത് സമയത്ത് സങ്കേശങ്ങളിൽ പ്രവേശിച്ച് അവിടെ തങ്ങിയതിനു ശേഷം കലശം കുളിക്കുന്ന നെയ്യമൃതുകാർ മെയ് 19-ന് നെയ്യെടുത്ത് കൊട്ടിയൂർ യാത്ര പുറപ്പെടും. വളരെ ചിട്ടയോടെ ഓംകാരധ്വനിയോട് കൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. എടയാർ, മണത്തന എന്നിവിടങ്ങളിൽ തങ്ങി 21-ന് കൊട്ടിയൂരിലെത്തി രാത്രി നെയ്യാട്ടം നടത്തി മടങ്ങുന്നത്. മഴയും വെയിലും നിയന്ത്രിക്കാൻ തലക്കുടകൾ സജ്ജമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി തിരുവന നെയ്യാമൃത് മഠത്തിൽ നിന്നും വർഷങ്ങളായി ഈ മഠത്തിൽ നിന്നും കൊട്ടിയൂരേക്ക് നെയ്യമൃതമായ കുംഭങ്ങളുമായി യാത്ര തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മഠങ്ങളിൽ ഒന്നാണ് തിരുവന നെയ്യാമൃത മഠം. ഈ മഠത്തിൽ 28 ദിവസത്തെ നക്ഷത്രത്തിന് ചോതി നക്ഷത്രത്തിനാണ് കുളിച്ചു കൂടുന്നത്. പിന്നെ വരുന്ന ചോതി നക്ഷത്രത്തിന് നെയ്യാട്ടം. അതുപോലെ തന്നെ ഈ 200-300-300-ൽ പരം ഭക്തന്മാർ ഈ പ്രസാദം സ്വീകരിക്കാൻ ഈ മഠത്തിൽ എത്തുന്നുണ്ട്. 6 ദിവസം കാൽനടയായി നഗ്നബോധരായിട്ടാണ് കൊട്ടിയൂരേക്ക് യാത്ര തിരിക്കുക. മേൽമുണ്ടും നഗ്നബോധരായി മേൽമുണ്ടും തലയിൽ നെയ്ക്കിണ്ടിയുമായി മനേക്കര നെടുമ്പ്രത്തിൽ 3 ദിവസം കഴിച്ച് കർമ്മങ്ങൾ നടത്തിയ ശേഷം എടയാറ്റിലെത്തും. പിന്നീട് മണത്തനയും എത്തി 6-ാമത്തെ ദിവസം കൊട്ടിയൂരിൽ സന്നിധിയിൽ എത്തിച്ചേരുന്നു. 3 ദിവസം അവിടെ തങ്ങി ഈ പിന്നെ മുരടക്ക് കിണ്ടിക്ക് വേണ്ടിയുള്ള കയറ് പിരിക്കൽ, അത് കിണ്ടി കൊടുക്കൽ, അതിനുശേഷം നെയ് നിറച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്. വളരെ ചിട്ടയോട് കൂടിയുള്ള യാത്രയാണ്. അവിടെ നിന്ന് നെയ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓങ്കാരധ്വനികളോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും തലക്കുട ഉണ്ടാവും. മഴയിലും വെയിലിനൊക്കെ പിന്നെ നിയന്ത്രിക്കാൻ വേണ്ടി. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 21-ന് നെയ്യാട്ടത്തോടെ ആരംഭിച്ച് ജൂൺ 17-ന് തൃക്കലശത്തോടെ സമാപിക്കും. സ്ത്രീകൾക്ക് 23 മുതൽ ജൂൺ 13-ന് ഉച്ചവേലി വരെയാണ് പ്രവേശനം. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മലയാള മാസമായ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെ 28 ദിവസത്തെ ഉത്സവം കൊണ്ടാടുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര.